പെണ്ണെ നിന്നെ ഗർഭിണിയാക്കിയതാരാ? ആലിക, നമ്മുടെ ആലിക. പെണ്ണെ നിന്നെ ഗർഭിണിയാക്കിയതാരാ? ഹലോ ആലിക, നമ്മുടെ ആലിക. പടച്ചോനെ, നമ്മുടെ ബിരിയാണിക്കെ കുറിച്ചാണ് പറയണത്. ഗർഭം പോയിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കാൻ കൂടെ ആവില്ലാത്ത മനുഷ്യനാണ്. മാവേലിയുടെ നിപ്പോണ്ടായിരുന്ന വിളിച്ചാ മാവേലി, അല്ലെങ്കിൽ മാവേലിയുടെ പേരോ അമാരെ പറയും കേട്ടാ. കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാൾ ആമിന താത്ത സുന്ദരിയായിരിക്കുന്നല്ലോ. അതേപോലെ മാവേലി ഇപ്പൊ ഒരു തരം സോപ്പറുകളുണ്ടല്ലോ. ആ ജീപ്പ സോപ്പ ജീപ്പ അതിട്ട് കുളിക്കാൻ തുടങ്ങിയ പിന്നെ മനെ എങ്ങനെ ജീപ്പ സോപ്പിട്ട് കുളിച്ചാ വെളുക്കും അല്ലേ? പിന്നെ വിളക്കും മനെ വിളക്കും, കുടുംബം വിളക്കും. എന്താ കയ്യിലൊരു പൊതി? അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഓണത്തിന് ഒരു സദ്യയൊക്കെ മേടിക്കാന്നും കരുതി താത്ത പോയതാണ്. അവിടെ ചെന്നപ്പോഴാ പാനല ഇല്ലാത്ര. അതുകൊണ്ട് താത്ത ഒരു കോഴി ബിരിയാണി മേടിച്ചിട്ട് വന്നു. പോലെ പറഞ്ഞതുപോലെ തന്നെ വഴിക്ക് താത്ത ഒരു സിനിമ കണ്ട് കേട്ടാ. നമ്മുടെ മമ്മൂക്കാന്റെ പടവാ. ഏതാ സിനിമ? അതാ നമ്മുടെ മാമുക്കാന്റെ. മാമുക്ക അല്ല കേട്ടാ, മാമുക്ക. പേര് പുള്ള നാമിന്റെ തുമ്പാത്തിരിപ്പുണ്ട്, പുറത്താട്ട് വന്നില്ല. ആ ഒരു പശീന്റെ പേരാണ്. കിട്ടിപ്പോയി പോലെ കൈകൻ. കഴുകനോ? അങ്ങനെ ഒരു സിനിമയുണ്ടോ? തെറ്റ് പറ്റിയെന്നാ തോന്നുന്ന പുള്ളേ. പഴച്ചോനെ ഒന്നും ഓർമ്മ അറിയില്ലല്ലോ. വയസ്സായി മോനെ, ഡിമെൻഷ്യയാണെന്നാ തോന്നുന്നത്. ഓർമ്മ കിട്ടിപ്പോയി പുള്ളേ, കിട്ടിപ്പോയി. ഈ ആകാശത്തിൽ കൂടെ വട്ടമിട്ട് പറന്ന് പിന്നെ ചുറ്റിക്കളിയൊക്കെ നടത്തി താഴെയുള്ള കോഴിക്കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു പുള്ളിയില്ലേ, എന്താ അവളൊരു പേര്? ഓ, പരുന്ത്. ബീരാന്ത് നമ്മുടെ മാമക്കാന്റെ ബീരാന്ത കണ്ടേ. പിന്നെ നാട്ടിൽ എന്തൊക്കെയാ താത്ത വിശേഷം? പാച്ചോനെ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നാട്ടിലാകെ പാഠപുസ്തക വിവാദമല്ലേ. നമ്മുടെ ബീരാനിക്കാടെ സാമൂഹ്യ പാഠം കീറിപ്പോയി. പിന്നെ അന്ന് തന്നെ താത്ത തുന്നി കെട്ടിക്കൊടുത്തു മോനെ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പുള്ളി ഭർത്താനം പറഞ്ഞ് ഇന്ന് നേരം പോയി കേട്ടാ. എന്നാ പിന്നെ താത്ത പോട്ടാ മോനെ. വിരാനിക്കാന് വരാനിപ്പോ നേരായിട്ടുണ്ട്. അങ്ങനെയാട്ടെ താത്ത, പിന്നെ കാണാം. എന്നെ നിന്നെ ഗർഭിണിയാക്കിയതാര്? നമ്മുടെ ആലിക. ഹലോ, പെണ്ണെ നിന്നെ ഗർഭിണിയാക്കിയതാരോ? ആലിക. കൂട്ടുകാരെല്ലാവരും വീണ്ടും വന്നല്ലോ. എന്താണ്? ചോദിച്ചോളൂ. ഇങ്ങനെ ഒരു കേരളമല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. സ്നേഹത്തോടും ഒരുമയോടും സന്തോഷത്തോടും കൂടി എല്ലാവരും. നിങ്ങൾക്കറിയാമോ, ആ പഴയ ശാന്തസുന്ദരമായ കേരളം ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ കേരളത്തിലേക്ക് വരാൻ നാം ആഗ്രഹിക്കുന്നില്ല. കുട്ടികളെ, മാവേലി don't want to come back to Kerala.